ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബുൽ മശീബിൽ ജനാസ, ജനാസയുമായി നടക്കുന്നതിന് പറയുന്ന ബാബ്. ജനാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിൽ കയറ്റിച്ച മയ്യത്തിനാ ജനാസ എന്ന് പറയാം. സ്വലാത്തി അലൈഹ, ജനാസന്റെ മേൽ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ്. അൽ ഫസ്ലുൽ അവ്വലു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ തിരുദൂതർ പറയാണ്, അസ്രിഉ, നിങ്ങൾ സ്പീഡിൽ കൊണ്ടുപോകണേ, ബിൽ ജനാസ, കട്ടിൽ കയറ്റിക്കൊട്ട മയ്യത്തിനെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകണം. ഫൈൻ തകു, ആ ജനാസയാണെങ്കിൽ സ്വാലിഹത്തൻ, സ്വാലിഹത്താണെങ്കിൽ തകു, സംഗതി മനസ്സിലായോ? തെക്കു പറഞ്ഞ വാക്കെന്താ മനസ്സിലായോ? ഏത് പോയതാണ്? നൂന് പോയതാണ്. വൈം എന്താണ്, എങ്ങനെ വൈത്ത് എങ്ങനെയാണ്? സ്വാലിഹത്തായ മയ്യിത്താണ് എങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹ ഇലൈഹി, ഫഖൈറുൻ, അതൊരു ഹൈറാണ്. തുഖദ്ദിമൂനഹ, ജനാസയെ നിങ്ങൾ മുന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇലൈഹി, ആ ഹൈറിലേക്ക്. വേഗം കൊണ്ടുപോയ അയാളെ നിങ്ങൾ എന്ത് ചെയ്യാണ്? വേഗം അയാൾക്ക് കിട്ടേണ്ട ഹൈറിലേക്ക് അയാളെ വേഗം വേഗം കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. വൈന്തക്കോ സിവാദാലിക്ക, അല്ല ആ ജനാസ നല്ലതല്ലാത്ത ജനാസയാണെങ്കിൽ ഷർറൻ, നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഷർറാണ്. തലഊനഹു അൻ റികാബിക്കും, നിങ്ങളുടെ പെടികളെ തൊട്ട് നിങ്ങളതിനെ താഴ്ത്തി വെക്കേണ്ട ഷർറാണത്. എന്തിനാ വെറുതെ എങ്ങനെ ഏറ്റിയും കൊണ്ട് കിടക്കുന്നത്? കൊണ്ടുപോയി മേത്തുനിന്ന് ഒഴിവാക്കിക്കൂടെ? മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഉളിയത്തിൽ ജനാസത്തു, ജനാസ വക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഫഹ്തമലഹ റിജാലു അലാ അനാഖിഹിം, പുരുഷന്മാർ അവിടെ ഉനക്ക് പെരടികളുടെ മേലിൽ ആ ജനാസയെ ചുമക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഫൈൻകാനത്ത് സ്വാലിഹത്തൻ, ജനാസ സ്വാലിഹത്തായ മനുഷ്യൻ്റെതാണെങ്കിൽ, കാലത്ത് ആ ജനാസ പറയും, ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയും. വൈൻകാനത്ത് ഗൈറ സ്വാലിഹ, അല്ല നേരെ വിപരീതമാണെങ്കിലോ, കാലത്ത് അഹ്ലിഹ, അതിൻ്റെ അഹ്ലുകാരോട് അത് പറയുന്നു, യാ വൈലഹ, ഈ ജനാസൻ്റെ മോശമേ, ഇതിൻ്റെ നാശമേ, മോശമേ. ഐന തദ്ഹബൂന ബിഹാ, ഈ ജനാസ നിങ്ങൾ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചു പറയും. യസ്മഉ സൗതഹ, ആ ജനാസയെ ശബ്ദം കേൾക്കും. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യ വിഭാഗമല്ലാത്തവർ മുഴുവൻ കേൾക്കും. വലൗ സമിഅൽ ഇൻസാനു ലസമിഅ, മനുഷ്യനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ ലസഇഖ, അവന് മരിച്ചു പോകും, അല്ലെങ്കിൽ ബോധം കെട്ടു പോകും. സഇഖക്ക് രണ്ടേക്കും തഫ്സീറുണ്ട്. റവാഹുൽ ബുഖാരിയോ വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റഅയ്തുമുൽ ജനാസത, ജനാസയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഫഖൂമൂ, നിങ്ങൾ എന്ത് ചെയ്യണം? എണീക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ കൂടെ പോകണം എന്നാകാം. ഫമൻ തബിയഹ, ആരെങ്കിലും ജനാസന്റെ കൂടെ പോയാൽ, ഫലാ യഖുഉദു ഹത്താ തൂളഅ, മയ്യിത്തിനെ വെക്കപ്പെടുന്നത് വരെ അവൻ ഇരിക്കാതിരിക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. പിന്നെ വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല മറത് ജനാസത്തുൻ, ഒരു ജനാസ നടന്നുപോയി. ജനാസ നടന്നുപോയി എന്ന ആൾക്കാർ ജനാസയും കൊണ്ടുപോയി. ജനാസ ഒന്നും നടക്കൂലല്ലോ. പിന്നെ ഫഖാമലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അതിന് വേണ്ടി എഴുന്നേറ്റു. വഖുംനാ മഅഹു, തങ്ങളുടെ കൂടെ ഞങ്ങളും എഴുന്നേറ്റു. ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നഹാ യഹൂദിയ്യത്തുൻ, അതൊരു യഹൂദത്തിയാണ്. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്നൽ മൗത ഫസഉൻ, മരണം തന്നെ അതൊരു ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സംഗതിയാണ്. ഫഇദാ റഅയ്തുമുൽ ജനാസ, ജനാസ കണ്ടു കഴിഞ്ഞാൽ, ഫഖൂമൂ, നിങ്ങൾ എഴുന്നേൽക്കണം. മുത്തഫഖുൻ അലൈഹി. പിന്നെ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നഹു ഖാല റഅയ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ
റസൂൽ നിൽക്കണേ ഞങ്ങൾ കണ്ടു. കുംന ഞങ്ങൾ നിന്നു. വക്കായത തങ്ങൾ ഇരുന്നപ്പോൾ വക്കായതന ഞങ്ങളും ഇരുന്നു. യനീവിൽ ജനാസ ഈ പറഞ്ഞത് ജനാദന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. റവാഹു മുസ്ലിം. വഫിരിവായത്തി മാലിക്കിന് അബീ ദാവൂദ മാലിക് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുമാന്റെ റിവായത്തിൽ കാണാം കാമഫിൽ ജനാസത്തി സുമ്മ ഖഅദ ബഅദു. ആദ്യകാലങ്ങളിൽ മുത്തനബി ജനാസ കാണുമ്പോൾ എണീക്കാറുണ്ടായിരുന്നു. പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈക്കുന്ന സ്വഭാവമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഫിഖിയ മസലൊക്കെ ഫുഖഹാവ് പറയട്ടോ, അല്ലാതെ നമ്മൾ ഹദീസ് വെച്ച് കണ്ട് എന്ത് ചെയ്യരുത്, അതിൻ്റെ മസാല നിയമമൊന്നും പറയണ്ട. وعن أبي هريرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم من أتبع جنازة مسلم من اتبع എന്നും വായിക്കട്ടോ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ജനാസക്ക് പിൻപറ്റിയാൽ ഈമാനം വഹ്തിസാബൻ വിശ്വസിച്ചവനായിട്ടും അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും ആത്മാർത്ഥമായിട്ട് പോയി, ലോകമാന്യത്തിന് വേണ്ടിയല്ല, ആൾക്കാരെന്തെങ്കിലും പറയില്ല വിചാരിച്ച് കണ്ടൊന്നുമല്ല. വക്കാന മാഹു മയ്യത്തിൻ്റെ കൂടെ തന്നെ അവനായി ഹത്താ യുസല്ലാ അലൈഹാ ആ ജനാദിന് മേൽ നിസ്കരിക്കപ്പെടുന്നത് വരെയും മിൻ ദഫ്നിഹ മറമാടപ്പെടലിൽ നിന്ന് വിരമിക്കുന്നത് വരെയും എന്നാൽ കൂലിയിൽ നിന്ന് അവൻ കൊണ്ട് മടങ്ങി ബിഖിറാത്തൈനി 2 കൂമ്പാരവുമായി 2 കൂമ്പാരം കൂലിയുമായിട്ടാണ് അവൻ തിരിച്ചു പോരുന്നത്. കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹുദിൻ ഓരോ കൂമ്പാരവും ഉഹദ് പർവ്വതത്തോട് സമാനമാണ്. വമൻ സല്ലാ അലൈഹാ സുമ്മ റജഅ ഖബ്ല അൻ തുദ്ഫന ആരെങ്കിലും നിസ്കരിച്ചു തിരിച്ചു പോന്നു, ഖബറോടൊന്നും പോയി നോക്കിയില്ല, ഖബ്ല അൻ തുദ്ഫന മറമാറപ്പെടുന്നതിന് മുമ്പ് തന്നെ പരീക്ക് പിടിച്ചാലോ ഫഇന്നഹു യർജു ബി ഖീറാത്തിൻ ഒരു കൂമ്പാരവുമായിട്ടാണ് അവൻ മടങ്ങുന്നത്. മുത്തഫഖുൻ അലൈഹി. ഒരു കൂമ്പാരോടെ പോയി ഖബർക്ക് പോകാത്തോണ്ട് നഷ്ടപ്പെട്ടു പോയി. വഅൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഅ ലിന്നാസി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വീരം കൊടുത്തു. നജ്ജാശി രാജാവ് മരിച്ച വീരം കൊടുത്തു. അൽ യൗമല്ലദീ മാത ഫീഹി നജ്ജാശി രാജാവ് വഫാത്തായിരിക്കുന്ന അതേ ദിവസം തന്നെ മുത്തനബി സഹാബത്തിന് പറഞ്ഞതാ ഈ ദിവസം ഇതാ നജ്ജാശി രാജാവ് ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഫഖറജ ബിഹിം സഹാബത്തിനും കൊണ്ട് മുത്തനബി പുറപ്പെട്ടു. ഇര മുസല്ലയിലേക്ക് പുറപ്പെട്ടു. ഫസല്ലാ ബിഹിം സഹാബത്തിനും കൂട്ടി നിസ്കരിച്ചു. വകബ്ബറ ഫസഫ ബിഹിം അവരെ കൊണ്ട് സൊഫ് കെട്ടി. വകബ്ബറ 4 തക്ബീറാത്തി 4 തക്ബീർ സഹാബത്തിനും കൂട്ടി ചൊല്ലുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി. മറിഞ്ഞ വൈദ്യുതി നിസ്കരിക്കാൻ പറ്റുന്നില്ല, നമ്മളെ അതൊരു തെളിവാണത്. പിന്നെ അബ്ദുറഹ്മാൻ അബീ ലൈല റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കാന സെയ്ദ് ഇബ്നു അർഖം ബഹുമാനുൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയി യുകബ്ബിറു വലാ ജനാഇസിനാ ഞങ്ങളിൽപ്പെട്ട മരിച്ച ആളുകളുടെ മേൽ തക്ബീർ ചെല്ലും 4 തവണ. വഇന്നഹു കബ്ബറ അലാ ഹംസത്തിൻ ഹംസൻ വഇന്നഹു കബ്ബറ അലാ ജനാസത്തിൻ ഹംസൻ അല്ലേ, ഒരു മയ്യത്തിന് മേൽ 5 വട്ടം ഒരു ദിവസം തക്ബീർ ചൊല്ലി. ഫസഅല്ലാഹു ഞങ്ങൾ ചോദിച്ചു എന്ത് 5 എണ്ണമായല്ലോ എന്ന് പറഞ്ഞു. ഫഖാല മൂപ്പര് പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറുഹാ റസൂലുള്ളാഹി ചിലപ്പോൾ അങ്ങനെ 5 ചൊല്ലിയിട്ടുണ്ടായി. റവാഹു മുസ്ലിം. അങ്ങനെയൊക്കെ ഉണ്ട്. 5 വട്ടം മറന്നില്ല ഇത് ആകാം. ഇമാമ് 5 വട്ടം ചൊല്ലിയിട്ടുണ്ട്, മോമിന് ചെല്ലണ്ട, അങ്ങനെയൊക്കെ നമ്മളെ ഫിഖിലൊക്കെ മസലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ وعن طلحة بن عبد الله بن عوف رضي الله عنه أنه قال صليت خلف ابن عباس ابن عباس എന്നവരുടെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു. അല്ല ജനാസന്റെ മേലെ വഖറ ഫാത്തിഹത്തുൽ കിതാബ് മൂപ്പര് ഫാത്തിഹ സൂറത്ത് ഓതിയിരുന്നു. ഫഖാല തങ്ങൾ പറഞ്ഞു ലിതഅലമൂ ഇൻ അന്നാ സുന്ന ഞാൻ ഓതിയത് അതൊരു സുന്നത്ത്, അതാണ് മുത്തനബിൻ്റെ ചര്യയാണെന്ന് നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ്. റവാഹുൽ ബുഖാരിയു. പിന്നെ عن عوف بن مالك أنه قال صلى رسول الله صلى الله عليه وسلم على جنازة
അള്ളാഹുവിൻ്റെ റസൂൽ ജനാസൻ്റെ മേൽ നിസ്കരിച്ചു. ഫഹഫിൽതു മിൻ ദുആഇ, ദുആയിൽ നിന്ന് ഞാൻ വല്ല മനപാഠമാക്കി. വഹുവ ഖൂലു, നബി തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദ് വനഖ്ഹിഹി മിന ഖതായ കമാ നഖൈത സൗബൽ അബീദ മിന അദ്ദനസി വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്ർ ومن عذاب النار وفي رواية മറ്റൊരു പഠനം വഖിഹി ഫിത്നത്തുൽ ഖബ്രി വഅദാബൻ നാർ. ഇങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളത്. കാല ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്: ഹത്താ തമന്നൈതു, എത്രത്തോളം എനിക്ക് വല്ലാതെ പൂതി വന്നു പോയി, അന്നകൂന ദാലിക്കൽ മയ്യിത്ത, ആ മുമ്പ് കിടക്കുന്ന മയ്യിത്ത് ഞാനായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പൂതി വെച്ചു പോയി. ഇങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ അല്ലാഹുമ്മ അദ്ഖിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി എന്നൊക്കെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ദുആരിക്കണ കേട്ടപ്പോഴേ ആ കിടക്കണ ഞാനാണെങ്കിൽ എത്ര നന്നായി ഇനി ഞാൻ പൂതി വെച്ചു പോയി. റവാഹു മുസ്ലിം. وعن أبي سلمة بن عبد الرحمن رضي الله عنه أن عائشة رضي الله عنها لما توفي سعد بن أبي وقاص, സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താക്കപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് പറഞ്ഞു: ഉദ്ഖുലൂ ബിഹിൽ മസ്ജിദ, ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കൂ. വത്താ ഉസല്ലി അലൈഹി, അദ്ദേഹത്തിന് മേൽ നിന്ന് ഞാൻ നിസ്കരിക്കട്ടെ. മഹദിയുടെ മേൽ ആ വാക്കി എതിർക്കപ്പെട്ടു. യാത് കേട്ടപ്പോൾ കാലത്ത് ആയിഷ പറഞ്ഞു: വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇബ്നൈ ബൈളാ എന്ന പെണ്ണിൻ്റെ രണ്ട് മക്കളുടെ മേൽ അല്ലാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച്. സുഹൈലിൻ വാഹിഹി, സുഹൈലിൻ്റെയും സുഹൈലിൻ്റെ സഹോദരനാവുന്ന സഹിലിൻ്റെയും മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. റവാഹു മുസ്ലിം. വൻ സുമ്രത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സല്ലൈതു വറാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മേൽ ഞാൻ നിസ്കരിച്ചു. സുമ്രത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു. അലംറത്തിൻ മാതത്ത് ഫീ നിഫാസിഹാ, പ്രസവ നൊമ്പരത്തിലായി മരിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ മേലിൽ ഞാൻ മുത്തനബിൻ്റെ പിന്നിൽ നിന്ന് മൈദ് കയറിച്ചു. ഫഖാമ വസതഹ, ആ പെണ്ണിൻ്റെ നടുഭാഗത്തിലാണ് മുത്തനബി അന്ന് ഇമാമത്ത് നിന്നത്. മുത്തഫഖുൻ അലൈഹി. റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബരിൻ ദുഫിന ലൈലൻ, രാത്രി മറവ് ചെയ്യപ്പെട്ടു പോയവർ കബറിൻ്റെ അരികിലൂടെ പിറ്റേന്ന് നടന്നുപോയി. ഫഖാല വെച്ചു: മത്താ ദുഫിനാദ, എപ്പോഴിപ്പോൾ ഇയാളുടെ മറവ് ചെയ്യപ്പെട്ടത്? കാലു, സഹാബത്ത് മറു പറഞ്ഞാൽ ബാരിഹത്ത, ഇക്കഴിഞ്ഞ രാത്രിയാണ് നബിയെ. കാല അഫല, തങ്ങൾ ചോദിച്ചു: അഫല ആദന്തുമൂനി, നിങ്ങൾക്കെന്താ വിവരം തന്നുകൂടായിരുന്നോ? കാലു, അവർ പറഞ്ഞു: ദഫന്നാ ഫീ ദുൽമത്തിൽ ലൈലി, രാത്രിൻ്റെ ഇരുളിലാണ് ഞങ്ങൾ അവിടത്തെ മറവ് ചെയ്തത് നബിയെ. ഫകരീന നോക്കിലക്ക, തങ്ങൾ വിളിച്ചുണർത്താൻ ഞങ്ങൾ വെറുത്തുപോയി. ഫഖാമ, തങ്ങൾ നിന്നു. ഫസഫഫ്നാ ഖൽഫഹു, ഞങ്ങളും തങ്ങളുടെ പിന്നിൽ സൊഫ് കെട്ടി നിന്നു. വസല്ലാ അലൈഹി, ആ ജനാസൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു. മുത്തഫഖുൻ അലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്: അന്നംറാത്തൻ സൗദ, പണ്ട് കറുത്തൊരു പെണ്ണുണ്ടായിരുന്നു. കാലത്ത്, ആ പെണ്ണായ തഖുമ്മുൽ മസ്ജിദ, പള്ളി അടിച്ചു വാരുന്ന ഒരു പെണ്ണ്. ഔ ഷാബുൻ, അല്ലെങ്കിൽ ഒരു യുവാവ്, ഒരു കറുത്തൊരു മനുഷ്യനായിരുന്നു. അയാൾ പള്ളി അടിച്ചു വാരുമായിരുന്നു. ഫഫഖദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മുത്തനബി ആളെ ഇല്ലാതെയാക്കി എന്ന് വെച്ചാൽ ആളെ കാണാനില്ല. ഫസാല അൻഹു, അല്ലെങ്കിൽ ഓനെ പറ്റി അല്ലെങ്കിൽ ഓളെ പറ്റി മുത്തനബി അന്വേഷിച്ചു. ഫഖാലു, പറഞ്ഞു: മാത്താ, ആള് മരിച്ചുപോയി നബിയേ. കാല, തങ്ങൾ ചോദിച്ചു: അഫല കുന്തും ആദന്തുമൂനി, നിങ്ങളെക്കൊന്ന് വിവരം അറിയിച്ചുകൂടായിരുന്നോ? കാല, റിപ്പോർട്ടർ പറയാണ്: ഫകാന്നഹും സഗറു അംറഹു, ഓൻ്റെ അല്ലെങ്കിൽ ഓളെ കാര്യം ആ സഹാബത്ത് ചെറുതായി കണ്ടതുപോലെ കാര്യപ്പെട്ടോലക്കായ വേഗം കാര്യപ്പെട്ടോലെ അറിയിക്കും. ഈ അത്ര തന്നെ മെയിൻ ചെയ്യപ്പെടാത്ത ഒരാളാവുമ്പോൾ എന്ത് ചെയ്യൂലല്ലോ, അങ്ങനെ തന്നെ അറിയിച്ചില്ല. ദുല്ലൂനി അലാ ഖബ്രിഹി,
ഏതടിച്ചു വാരുന്ന മനുഷ്യനാണെങ്കിലും ശരി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണത്. ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ മേലൊന്ന് അറിയിച്ചു തരൂ. ഫദല്ലഹു, അറിയിച്ചു കൊടുത്തു. ഫസല്ലൈഹ, ആ ജനാദൻ്റെ മേൽ തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു. സുമ്മകാല, പിന്നെ തങ്ങൾ വന്ന് ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂവത്തുൻ ദുൽമത്തൻ അലാഹിലിഹാ, മംലൂവത്തുൻ ദുൽമത്തൻ അലാഹിലിഹാ, ഈ ഖബറുകൾ എന്ന് പറഞ്ഞത് എൻ്റെ അഹിലുകാരുടെ മേൽ ഇരുളിനാൽ നിറക്കപ്പെട്ടതാണ്. ഫൈനല്ലാഹ യുനവ്വിറുഹാ ലഹും ബിസ്സലാത്തി അലൈഹിം, ഞാൻ ഓലെ മേൽ നിസ്കരിച്ചതിൻ്റെ വർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഓൽക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തതിൻ്റെ വർക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിനെ അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ്. മുത്തഫഖുൻ അലൈഹി, അങ്ങനെയാണ് മുസ്ലിമിൻ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ബൈക്കണമൊക്കെ ചെയ്തു നോക്കുക. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച് എന്ത് ചെയ്ത് നിസ്കരിച്ചു കാരണമൊക്കെ ചെയ്തില്ലേ, എന്നമാതിരി നമ്മളും ഒക്കെ ബൈക്കുന്നവരെല്ലാം ചെയ്തു നോക്കുക. കിട്ടണത്തോടൊക്കെ കിട്ടട്ടെ. وعن قريب مولى بن عباس رضي الله عنه عن عبد الله بن عباس ഇബ്ൻ അബ്ബാസ് എന്നവരെ തൊട്ട് ഖുറൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അന്നഹു മാതലഹു ഇബ്നുൻ, ഇബ്ൻ അബ്ബാസിൻ്റെ ഒരു മോന് മരിച്ചു. ബി കുദൈദിൻ, കുദൈദ് വെച്ചാണ്ട്, അല്ലെങ്കിൽ ബി അസ്ഫാൻ, അല്ലെങ്കിൽ അസ്ഫാനിൽ വെച്ചും കാണ്ടോ തൻ്റെ ഒരു മോന് മരിച്ചുപോയി. ഫക്കാല, ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, യാ ഖുറൈബ്, ഖുറൈബേ, ഉൻദുർ മജ്തമഅ ലഹു മിനന്നാസ്, എൻ്റെ മോനിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് എത്ര പേര് സമ്മേളിച്ചിട്ടുണ്ട് നോക്ക്. ഫകാല, കാല, അദ്ദേഹം പറയാണ്, ഫഖറജ്തു, അങ്ങനെ ഞാൻ പോയി. ഫൈദാ നാസും ഖദിജ്തമഉ ലഹു, ധാരാളം ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി സമ്മേളിച്ചിട്ടുണ്ട് ആ മോനിക്ക് വേണ്ടിയിട്ട്. ഫഅഖ്ബർതുഹു, ഞാൻ വിവരം പറഞ്ഞു. ഫകാല, ഇബ്ൻ അബ്ബാസ് പറയാൻ, തഖൂലുഹും അർബഊൻ, എന്താണ് അഭിപ്രായം, ആ കൂടിയ ആൾക്കാരെ പറ്റി 40 ആൾക്കാരുണ്ട് എന്ന് പറയോ എന്ന് ചോദിച്ചു. ഹും അർബഊന, കുറേ ആൾ കൂടിയെന്ന് ചോദിച്ചാൽ ആ കൂടിയെന്ന് കണ്ടിട്ട് 40 ആളുണ്ട് എന്നൊക്കെ പറയുക ചോദിച്ചു. ആ 40 ആളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. കാല അഖ്രിജൂഹു, എന്നാൽ അഖ്രിജൂഹു, അവനെ ഇങ്ങോട്ട് പുറപ്പെടുവിക്കൂ. ഫൈന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, മരിക്കുന്നവനും മുസ്ലിമും തന്നെ ഇല്ല. ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ, അദ്ദേഹത്തിൻ്റെ ജനാസൻ്റെ മേലിൽ 40 ആളുകൾ നിസ്കരിക്കും. അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. എങ്ങനെ 40 ആൾക്കാരാണ്? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അള്ളാഹിൻ്റെ ശങ്കും ഒരു ഷെയ്നെയും പങ്കു ചേർക്കാത്തതാ, സത്യവിശ്വാസിയായ മുവഹിദായിരിക്കുന്ന 40 ആൾക്കാരുമായി നിസ്കരിക്കും. അങ്ങനത്തെ ഒരു മുസ്ലിമായ മനുഷ്യന് തന്നെ ഇല്ല. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇവിടെ റെക്കമെൻഡ് സ്വീകരിച്ചിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു മുസ്ലിം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്നൊരു സംഘം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമും തന്നെ ഇല്ല, അവന് മയ്യിത്തും തന്നെ ഇല്ല. യബ്ലുഗൂന മിയതാ, 100 ആളുകളെ എത്തിക്കും ആ സംഘം. അകുല്ലുഹും, അവരെല്ലാവരും യശ്ഫഊന ലഹു, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് വേണ്ടി റെക്കമെൻഡ് അള്ളാഹിനോട് ശുഫാഅ ചെയ്യുന്നവരാണ്. അങ്ങനെ ശുപാർശ ചെയ്യും. അങ്ങനെയുള്ള 100 ആളുകളെ എത്തിക്കുന്നവർ മുസ്ലിമും തന്നെ ഇല്ല. ഇല്ലാ ശുഫിഉ ഫീഹി, അയാളുടെ കാര്യത്തിൽ ഈ ആളുകളുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ. റവാഹു മുസ്ലിം. പിന്നെ وعن أنس رضي الله عنه أنه قال مروا بجنازة, ജനാസന്റെ അരികിലൂടെ നടന്നുപോയി. ഫാത്തിനു അലൈഹ ഖൈറാ, എല്ലാവരും ജനാസന്റെ മേൽ നല്ലതാണ് പറഞ്ഞത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിർബന്ധമായി. പിന്നീട് ഒരു സംഭവം, പിന്നീട് ഒരിക്കൽ ഒരു ജനാസന്റെ അരികിലൂടെ അവർ നടന്നു പോയപ്പം ഫാത്തിനു അലൈഹ ഷർറ, എല്ലാവരും ആ മനുഷ്യന്റെ മേൽ ഷർറാണ് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ ഷർറ് പറഞ്ഞപ്പോൾ ഫഖാല, തങ്ങൾ പറഞ്ഞു വജബത്, അപ്പോഴും പറഞ്ഞു അയാൾക്ക് നിർബന്ധമായി. ഈ രണ്ടും കേട്ട ആൾക്കാരല്ലേ സഹാബത്ത് വിടോ? കാല ഉമറു, റസൂലുള്ളാഹി ചോദിച്ചു മാ വജബത്ത്, എന്തത്ത് നിർബന്ധമായി?
ഫഖാല ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ, ഒരു മനുഷ്യൻ്റെ മേൽ നിങ്ങളുണ്ടല്ലോ ഹൈർ നന്നാക്കി പറഞ്ഞപ്പോൾ ഫവജബത് ലഹുൽ ജന്ന, അയാൾക്ക് നരകം സ്വർഗ്ഗം നിർബന്ധമായി. വഹാദാ അസ്നൈതും അലൈഹി ശർറാ, ഒരാളുടെ മേൽ നിങ്ങൾ ഷർറല്ലേ നന്നാക്കി കുറേ പോയിട്ട് പറഞ്ഞത്, ഫവജബത് ലഹുൻ നാറു, ഓന് നാറു നിർബന്ധമായി. അംതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ശുഹദാ, നിങ്ങൾ എങ്ങനെയാണോ സാക്ഷി പറയുന്നെങ്കിൽ അതുപോലെ തന്നെയാണ് എന്തുണ്ടാകുക, നാളെ മാസറി ചെല്ലുമ്പോൾ ഉണ്ടാകുക. ഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെയല്ല സാക്ഷി നിന്നത്, ഇങ്ങനെയൊക്കെ തന്നെ അവിടെ ഉണ്ടാകുക, നാളെ മാസറി ചെല്ലുമ്പോൾ ഉണ്ടാകുക എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി വഫീ റിവായത്തിൻ അൽ മുഅ്മിനൂന ശുഹദാഉല്ലാഹി ഫിൽ അർദ് എന്നുള്ള അൻതും എന്ന സ്ഥാനത്ത് മുഅ്മിനൂന എന്നല്ല. പിന്നെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തുൻ, നാലാളുകൾ ഒരു മുസ്ലിമിന് സാക്ഷി നിന്നാൽ, വല്ല മുസ്ലിമിനും ഹൈർ കൊണ്ട് സാക്ഷി നിന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം പ്രവേശനം നൽകി. ഖുൽനാ, ഞാൻ ചോദിച്ചു സലാഹ, ഇപ്പോൾ മൂന്നായാലും ചോദിച്ചു. കാലവ സലാഹ, ഖുൽന വസനാനി, കാലവസനാനി, സുമ്മല നസ്അലുഹു അൻ വാഹിദിൻ, ഒരാളെ പറ്റി ഞങ്ങൾ ചോദിച്ചില്ല. റവാഹുൽ ബുഖാരി. وعن عائشة رضي الله عنها أنها قالت قال رسول الله صلى الله عليه وسلم لا تسبوا الأموات, മരിച്ചോലെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. فإنهم قد أفضوا إلى ما قدموا, വിഷയമായിട്ടും അവർ ചേർന്നു, അവർ മുന്തിച്ചതിലേക്ക് ചേർന്നിട്ടുണ്ട്, ഇനിയോ നിങ്ങളെ ചീത്ത വിളിക്കാൻ പോവണ്ട. റവാഹുൽ ബുഖാരി. അത് ഫസ്റ്റിൽ വരുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി യജ്മഉ ബൈന റജുലൈനി, രണ്ടാൾക്കാരെ കൂട്ടി മറവ് ചെയ്യുന്നവരായി, ഫീ ഖത്ല ഉഹുദിൻ, ഉഹുദിൽ ഷഹീദായ ശുഹദാക്കളിൽ നിന്ന് രണ്ടീച്ച സഹാബാക്കൾ സമ്മേളിപ്പിച്ചു, ഫീ സൗബിൻ വാഹിദിൻ, ഒറ്റ വസ്ത്രത്തിൽ. സാധനം കേട്ട് സുമ്മയഖൂലു അയ്യുഹും അഖ്ദറു അഖ്ദൻ ലിൽ ഖുർആൻ, അവരിൽ നിന്ന് ആരാണോ ഖുർആനിനാൽ അധികരിച്ചത് എങ്കിൽ, കൂടുതൽ ഇൽമു അടിച്ചതാരാണെങ്കിൽ, ഫൈദാ നിങ്ങൾ നോക്കും. എന്നിട്ട് ഫൈദാ ഉശീറ ലഹു, തങ്ങളെ കൊള്ള ഇശാറത്താക്കപ്പെട്ടാൽ, ലഹദിമാ രണ്ടാല് വ്യക്തിയെ കൊള്ള, നഖദ്ദമുഹു ഫിൽ ലഹദി, ലഹദിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യം മുന്തിക്കും. വഖാലാന ഷഹീദുൻ അലാ ഹൗലാഇ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ കൂട്ടരുടെ മേൽ ഞാൻ ഷഹീദാൻ. വാമറ ബിദഫിരിഹിം ബിദിമാഇഹിം, അവരുടെ രക്തത്തോടു കൂടെ തന്നെ മറവ് ചെയ്യാൻ അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു. വലം യുസല്ലി അലൈഹിം, ഓല മേലും മൈതുസ്കരിച്ചതുമില്ല. വാണ്ട വലം യുഗ്സലു, ഓല കുളിപ്പിക്കപ്പെട്ടതുപോലും ഇല്ല. റവാഹുൽ ബുഖാരി. വഅൻ ജാബിർ ഇബ്നു സമുറ അന്നഹു ഖാല ഊതിയ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫറസിൻ മഅറൂറിൻ, വസ്ത്രമൊന്നും മുകളിൽ വിരിക്കാത്തതായിരിക്കുന്ന ഒരു കുതിരയെ കൊണ്ടുവരപ്പെട്ടു. ഫറകിബഹു, അതിൻ്റെ മുകളിൽ തങ്ങൾ കയറി. ഹീനൻ സറഫ മിൻ ജനാസത്തി ഇബ്നു ദഹ്ദാഹ്, ഇബ്നു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കാരം കഴിഞ്ഞപ്പോൾ അതിന് വിരിഞ്ഞു പോന്നപ്പോൾ അതിന്മേൽ കയറി. ഫനഹ്നു നംശി ഹൗലഹു, ഞങ്ങൾ തങ്ങളുടെ ചുറ്റും നടന്നു. റവാഹു മുസ്ലിം. അൽ ഫസ്ലു സാനി അനിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അറാകിബു, വാഹനയാത്രക്കാരൻ, യസീറു, അവൻ നടക്കണം, ഹൽഫൽ ജനാസ, ജനാസന്റെ പിന്നിൽ നടക്കണം, വൽമാശി, കാൽ നടക്കാരൻ, യംശി ഹൽഫഹാ, വാമാമഹ, മുന്നിലും പിന്നിലുമായിട്ട് നടക്കണം. മുന്നിൽ നടക്കണം എന്നാണ് നമ്മളെ മതം കേട്ടോ. ഇതൊക്കെ എൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണെന്നും ഹദീസിൽ മുന്തിയത് ഏതാണ് പുന്തിയതാണെന്നും മൻസൂഖ് ഏതാണ് അല്ലാത്ത ഏതാണ് തീരുമാനിക്കേണ്ട മുജതദീങ്ങളാ ഇമാമിങ്ങളാ. നമുക്കൊരു ഹദീസിൽ കാണുമ്പോൾ ഒക്കെ നിയമം ഫിഖിയ നിയമം പറയാൻ പറ്റൊന്നുമില്ല. വാൻ യമീനിഹ വാൻ യസാരിഹ, ഇടതും വലതും അങ്ങനെ നടക്കണം. കരീബം മിന്ന, ജനാസൻ്റെ സമീപത്തായി കൊണ്ട്, ജനാസൻ്റെ സമീപത്തായി കൊണ്ട് മുമ്പിലും പിന്നിലും ഇടതും വലതും ഒക്കെ ആയിട്ട് ഒന്നായിട്ട് ആൾക്കാർ നിറഞ്ഞാൽ നടക്കുക വേണ്ടേ. വാഹനയാത്രക്കാരെ ബാക്കിൽ അങ്ങനെ വന്നോട്ടെ. അവൻ തന്നെ എപ്പോൾ
എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാഹനയാത്ര ചെയ്യാവൂല്ലേ നടക്കാൻ വേണ്ടത് മസാല വേറുണ്ട്. വസ്സഖ്തു ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടി യുസല്ല അലൈഹി ആ കുട്ടിൻ്റെ മേലും മയ്യിത്ത് നിസ്കരിക്കപ്പെടണം. അതിൻ്റെ പുറമെ വയുദ് ആലി വാലിദൈഹി ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആക്കപ്പെടണം. മാഫിറത്തി വറഹ്മ മാഫിറത്തും റഹ്മത്ത് കൊണ്ടും ദുആക്കപ്പെടണം. ശരി. റവാഹു അബൂ ദാവൂദ വഫീ റിവായത്തി അഹ്മദ് വത്തുർമുദി വന്നസായി വബ്നു മാജ ഇവരൊക്കെ റിവായത്തിൽ കാണാം. ഖാല തങ്ങൾ പറഞ്ഞു അർറാകിബു ഖൽഫൽ ജനാസ വൽ മാശി ഹൈതു ശാഅ മിൻഹാ. ശരിയല്ലേ? ഹൈതു ശാഅ മിൻഹാ ജനാസയിൽ നിന്നോൻ ഉദ്ദേശ ഭാഗത്ത് നടന്നോട്ടെ, എന്നിടത്തോ വലുതോ മുമ്പിലോ വേക്കിലൊക്കെ നടന്നോട്ടെ. എവിടെ വത്തിഫുലു യുസല്ല അലൈഹി കുട്ടിയുടെ മേലും നിസ്കരിക്കപ്പെടണം. വഫിൽ മസാബിഹി അനിൽ മുഗീറത്തി ബിൻ സിയാദിൻ മസാബിഹിൽ ഇത് മുഗീറത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്നബീഹി സാലിം എന്നവരെ തൊട്ട് സുഹരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് അന്നഹു ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂ ബക്കർ വഉമറ ഈ വലിയവനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. യംശൂന അമാമൽ ജനാസ ജനാസന്റെ മുമ്പിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അഹ്മദു അബൂ ദാവൂദ വതുർമുദി വന്നസായി വബ്നു മാജ വഖാല തുർമുദി പറയാണ് വാഹുലുൽ ഹദീദി കഅന്നഹും യറൗനഹു മുർസല ഈ ഹദീസിനെ അവർ മുർസലായി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹിയിലേക്ക് മുട്ടിയിട്ടില്ല. ആഖിർ സനദിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? താബീൻ്റെ ആള് പോയാൽ എന്താ പറയും? മുർസലാണ്. وعن عبد الله بن مسعود رضي الله عنهما أنه قال رسول الله صلى الله عليه وسلم الجنازة مطبوعة ജനാസത്ത് മത്ബൂഅത്താണ്. ജനാസ താബിയാകരുത്, ജനാസ മത്ബൂആവണം. വലാ തുത്തബഉ ലൈസ മഹാ മൻ തഖദ്ദമഹാ ആ ജനാസന്റെ കൂടെ നടക്കുന്നവനല്ല മൻ തഖദ്ദമ ജനാസക്ക് മുമ്പിൽ ചാടിയവൻ. അങ്ങനെയുണ്ട്. അതേ സ്ഥലത്തിൽ ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യാണ്ട് നമുക്ക് റവാഹു തുർമുദിയോ അബൂ ദാവൂദ ഇബ്നു മാജ വഖാല തുർമുദിയോ അബൂ മാജിദിന് റാവി റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ അബൂ മാജിദ് ഒരാളുണ്ട്. അയാൾ റജുലും മജ്ഹൂലായ റജുലാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിലുള്ളത് ആരും കാര്യമാക്കാഞ്ഞത്. ഇതിൽ പറഞ്ഞ പ്രകാരം എന്ത് വേണം? മയ്യത്ത് മുമ്പിൽ പോകണം, നമ്മൾ ബാക്കിൽ പോകണം എന്നല്ലേ? അങ്ങനെയല്ല. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من تبع جنازة ആരെങ്കിലും ജനാസയോട് പറ്റിയാൽ ഫഹമലഹ സലാസ മിറാർ 3 തവണ ജനാസനെ ചുമക്കുകയും ചെയ്താൽ ഫഖദ് ഖലാമ അലൈഹി മിൻ ഹഖിഹാ ഒരു ജനാസയോട് ബന്ധപ്പെട്ട തൻ്റെ ബാധ്യത അവൻ വീട്ടിയവനെ പോലെയായി, അല്ലെ വീട്ടിയവനായി. വഖാല ഹാദാ ഹദീസുൻ ഗരീബാണ് വഖദ് റുവിയ ഫീ ശറഹി സുന്ന ശറഹ് സുന്നയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹമല മുത്തനബി ചുമന്നു ജനാസത്ത സഅദ് ബിൻ മുആദിൻ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മുത്തനബി ചുമന്നു. ബൈനൽ ലുമൂദത്തൈൻ മുന്നോട്ട് നിൽക്കുന്ന 2 കൈത്തണ്ടകൾക്കിടയിൽ കൈവച്ച് പിടിച്ചുകൊണ്ട്. വൈത്തുംകട്ടിലിന് 6 കാലും ഉണ്ടാവും, 4 കയ്യും ഉണ്ടാവും. മുന്നോട്ട് 2 കയ്യും ബാക്കിക്ക് 2 കയ്യും ഉണ്ടാവും. കീപ്പട്ട് എത്ര കാലും ഉണ്ടാവും? 6 കാലും ഉണ്ടാവും. അതിന് മുന്നോട്ട് നിൽക്കുന്ന ഉമ്മൂലത്തൈനില്ലേ, അതിൻ്റെ അടിയിൽ നിന്ന് കണ്ട് അള്ളാഹു റസൂൽ ഇങ്ങനെ പിടിച്ചു സഅദ് റളിയല്ലാഹു അൻഹു ജനാസ. عن ثوبان رضي الله عنه أنه قال خرجنا مع النبي صلى الله عليه وسلم മുത്തനബിൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഫി ജനാസത്തിൻ്റെ ഒരു ജനാസയിൽ റാനാസൻ റുക്കുബാനൻ വിവാഹനയാത്രക്കാരായ സംഘത്തിനെ അവർ കണ്ടു. പിന്നെ ഫഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു
അലാ തസ്തഹയൂന നിങ്ങൾ നാണിക്കുന്നില്ലേ? ഇന്ന മലായികത്തല്ലാഹി അലാ കദാബിഹിം അള്ളാഹുവിൻ്റെ കോടാലി മലക്കുകളുണ്ടല്ലോ അവിടെ കാൽപാദങ്ങളിലാണ് നടക്കുന്നത്. വഅൻതും അലാ ളുഹൂരി ദവാബ് നിങ്ങൾ മൃഗങ്ങളുടെ പുറത്തിൻ്റെ മേലിലാണല്ലോ, നാണല്ല നിങ്ങൾക്ക് എന്ന് ആ വാഹന സംഘത്തോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. റവാഹു തിർമിദി വഇബ്നു മാജാ വറവാ അബൂ ദാവൂദ നഹവഹു വഖാല തിർമിദി തിർമിദി പറയാണ് വഖദ് റുവിയ സൗബാന ഈ ഹദീസ് സൗബാനത്തോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മൗഖൂഫായ നിലയിലാണ്. പിന്നെ സൗബാൻ പറഞ്ഞതായിട്ടേ റസൂലുള്ളാഹിലേക്ക് മുട്ടാതെ. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തനബി ഖറഅ അൽ ജനാസത്തി ജനാസന്റെ മേൽ തങ്ങൾ ഓതി ബി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ സൂറത്ത് ഓതി. റവാഹു തിർമിദി വഅബൂ ദാവൂദ് വഇബ്നു മാജാ. പിന്നെ ഇതൊന്നുകിൽ നമ്മളെ സാധാരണ കബറങ്ങൽ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ കഥ ചോദ്യം അങ്ങനെയാകാം. അതല്ല മയ്യത്തുകാര്യത്തിൽ വാദ്യ സൂറത്തോതി അങ്ങനെയൊക്കെ ആകട്ടോ. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا صليتم على الميت നിങ്ങൾ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫാഹ്രിസൂ ലഹു ദുആ അയാൾക്ക് ദുആ നിങ്ങൾ പ്രത്യേകമാക്കണോ. നിങ്ങൾ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് കാരണം മിമ്പർമന്ന് ദ്വാരക്കണ മതി, ദ്വാരത്താൻ പോരാ. പിന്നെ എങ്ങനെ ദ്വാരക്കണം? ഇയാൾക്ക് ഓർത്തുറക്കണേ തന്നെ ദ്വാരക്കണം. പിന്നെ റവാഹു അബൂ ദാവൂദ വഇബ്നു മാജാ വഅൻഹു അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലല്ലാ അലൽ ജനാസ ജനാസന്റെ മേലെ നിസ്കരിക്കുകയാണെങ്കിൽ കാല തങ്ങൾ പറയുന്നവരായിരുന്നു അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ വ ഷാഹിദിനാ വ ഗായിബിനാ വ സഗീരിനാ വ കബീരിനാ വ ദക്കരിനാ വ ഉൻസാനാ അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ യഗ്ഫിർ ലി ഹയ്യിനാ ഞങ്ങൾ ജീവിക്കുന്നവർക്ക് നീ പൊറുക്കേണമേ, വമയ്യിത്തിന ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കും പൊറുക്കേണമേ, ഷാഹിദിന ഞങ്ങളിൽ ഹാജരുള്ളവർക്കും, വഗായിബിന ഞങ്ങളെ തൊട്ട് വായി മറഞ്ഞവർക്കും, സഗീരിന ഞങ്ങളെ കൂട്ടത്തിലെ ചെറിയവർക്കും, വകബീരിന ഞങ്ങളെ കൂട്ടത്തിൽ വലിയവർക്കും, വദക്കരിന വഉൻസാന ഞങ്ങളെ കൂട്ടത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അല്ലാഹുമ്മ അല്ലാഹുവേ മന്നയൈതഹു മിന്ന ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ ജീവിപ്പിക്കുകയാണെങ്കിൽ ഫഹി അലൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ മേലിൽ ഞങ്ങളിനെ ജീവിപ്പിക്കണമേ. വമൻ തവഫൈതഹു മിന്ന ഞങ്ങൾ ആരെങ്കിലും നീ മരിപ്പിക്കുകയാണെങ്കിൽ തവഫഹു അലൽ ഈമാൻ ഈമാൻ്റെ മേലിൽ മരിപ്പിക്കുകയും ചെയ്യണേ. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തഹരിംന ഞങ്ങൾക്ക് നീ മുടക്കല്ലേ അജ്റഹു ഇയാളുടെ കൂലിയേ, വലാ തഫ്തിന്ന ബഅദഹു ഇയാൾക്ക് പിറകെ നീ ഞങ്ങൾ പരീക്ഷിക്കല്ലേ. ഈ കാണുന്നുണ്ടോ? റവാഹു അഹ്മദ് വഅബൂ ദാവൂദ വതിർമിദി വഇബ്നു മാജാ വറവൻ നസായി അൻ അബി ഇബ്രാഹിം അൽ-അശ്ഹലി അൻ നബിഹി ഫന്തഹത് റിവായത്തുഹു. ഈ അദ്ദേഹത്തിൻ്റെ റിവായത്ത് അറ്റമായി ഇവിടെ എത്തിയപ്പോൾ ഇന്ത ഖൗലിഹി വഉൻസാന എന്നിടത്തെത്തിയപ്പോൾ തീർന്നിട്ടുണ്ട്. ഫി റിവായത്തി അബീ ദാവൂദ അബൂ ദാവൂദിൻ്റെ റിവായത്തിലുണ്ട് ഫഹീഹി അലൽ ഈമാൻ ഫഹീഹി അലൽ ഈമാൻ. മറ്റൊടത്ത് ഫഹീഹി അലൽ ഇസ്ലാം എന്നല്ല ഉള്ളത്, അവിടെ ഫഹീഹി അൽ ഈമാൻ എന്നാണ് അബൂ ദാവൂദിൻ്റെ റിവായത്തിലുള്ളത്. തവഫഹു അലൽ ഇസ്ലാം അവിടെ തവഫഹു അലൽ ഈമാൻ സ്ഥാനത്ത് അൽ ഇസ്ലാം തിരിച്ചു മറിച്ചുമാണ്. വഫിയാഹിരിഹി അതിന് അവസാനത്തിലുള്ളത് ലാ തഫ്തിന്ന ബാദഹു നല്ല വലാ തുളില്ലനാ ബാദഹു ഇയാൾക്ക് പിറകെ നീ ഞങ്ങൾ വഴിപിഴപ്പിക്കല്ലേ, അങ്ങനെയാണ് അവിടെ ഉള്ളത് അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ടിലുള്ളത്. وعن واصلة بن الأسقع رضي الله عنه أنه قال صلى بنا رسول الله صلى الله عليه وسلم على رجل من المسلمين മുസ്ലിമീങ്ങൾപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ മുത്തനബി ഞങ്ങളെ കൊണ്ട് മയ്യിത്ത് നിസ്കരിച്ചു. ഫസമീഅതുഹു യഖൂലു റസൂലുള്ള പറഞ്ഞു ഞാൻ കേട്ടു അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്നു ഫുലാൻ ഫീ ദിമ്മതിക
പടച്ചവനെ, ഇന്നാലിന്ന പേരുള്ള അടിമൻ്റെ മകൻ, ഇന്നാലിന്ന പേരുള്ള മനുഷ്യൻ നാളെ പേരെടുത്ത് പറഞ്ഞുകാണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറയാൻ ഫിരിമ്മക്തിക, അള്ളാഹുവേ നിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞങ്ങൾ തന്നിരിക്കുകയാണ്. വഹബിലി ജവാജി ജിവാരി, പിന്നെ ജിവാരിക്ക നിൻ്റെ അയലോക്കം എന്ന് പറയുന്ന കയറിലുമാണ് റബ്ബേ, ആ ബാന്ധത്തിൻ്റെ ഉള്ളിലാണ്. ഫഖിഹി, ഇയാൾക്ക് നീ കാക്ക് മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിന്നാർ, ഖബറിൽ ഫിത്നയെ പരീക്ഷണത്തിനെ തൊട്ടും നരകത്തിൻ്റെ അദാബിനെ തൊട്ടും ഇയാളെ നീ കാക്ക് റബ്ബേ. വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്, അല്ലാഹുവേ വാക്ക് പൂർത്തിയാക്കലിൻ്റെയും ഹക്കിൻ്റെയും അഹ്ലുകാരനാണ് നീ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ഇയാൾക്ക് പൊറുക്കണേ, ഇയാൾ നീ കരുണ കാണിക്കണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റവാഹു അബൂ ദാവൂദ വഇബ്നു മാജാ. وعن ابن عمر رضي الله عنهما أنه قال رسول الله صلى الله عليه وسلم, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങൾ മരിച്ച ആളുകളിലുള്ള നല്ല അമലുകൾ നിങ്ങൾ പറയണേ. അയാൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. സുബയൊക്കെ ജുമയൊക്കെ നേരത്തെ വരുന്നൊരു മനുഷ്യനായിരുന്നു. അയാളുണ്ടല്ലോ ചാൻസ് കിട്ടിയാൽ ഖുർആൻ ഓതീന മനുഷ്യനായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യണം? അയാൾ ചെയ്തീനെ നല്ലത് പറയണം. വഖഫുവൻ മസാവീഹിം, അവർ പറ്റിയിട്ടില്ല വീഴ്ചകൾ വല്ലതുണ്ടെങ്കിൽ അതിനെ തൊട്ട് നിങ്ങൾ നാവിനെ തടഞ്ഞു വെക്കണം, അത് പറയരുത്. ഏതായാലും കള്ളുസാപ്പ് തന്നെ ഇനി ഈച്ചോ ഇല്ല, ഇനി അങ്ങനെ പറയണ്ട. പിന്നെ റവാഹു അബൂ ദാവൂദ വതിർമിദിയു وعن نافع رضي الله عنه عن نافع أبي غالب قال صليت مع أنس بن مالك, അനസ് റളിയല്ലാഹുവിന്റെ കൂടെ ഞാൻ നിസ്കരിച്ചു. അലാ ജനാസത്തി റജുലിൻ്റെ ഒരു മനുഷ്യൻ്റെ ജനാസൻ്റെ മേലിൽ. ഫഖാമ, അനസ് റളിയല്ലാഹു അൻഹു നിന്നു. ഹിയാല റസിഹി, തലൻ്റെ ലെവലിൽ നേർക്ക് നേരെ നിന്നു. സുമ്മ ജാഊ ബി ജനാസത്തി ഇംറാത്തിൻ മിൻ ഖുറൈശ്, പിന്നെ ഖുറൈശിയിൽപ്പെട്ട ഒരു പെണ്ണിൻ്റെ ജനാസയാണ് പിന്നെ കൊണ്ടുവന്നത്. ഫഖാലു യാ അബൂ ഹംസ സല്ലി അലൈഹാ, ഓല് പറഞ്ഞു, അബൂ ഹംസേ, മുപ്രോവൻ വരാണതേ അനസിൻ്റെ, എടാ അബൂ ഹംസേ നിസ്കരിക്കുകയായിരുന്നു. ഫഖാമ, അദ്ദേഹം നിന്നത് ഹിയാല വസത്തി സരീർ, കട്ടിലിൻ്റെ മയ്യത്തും കട്ടിലിൻ്റെ മധ്യത്തിൻ്റെ ലെവലിൽ നിന്നു. ഫഖാല ലഹുൽ അലാ ഇബ്നു സിയാദ്, അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അബൂ ഹംസയോട് ചോദിച്ചു, അല്ല ഹക്കദാ റഅയ്ത റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിനെ ഇങ്ങനെ കണ്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ കാട്ടിയത്? കാമാൽ ജനാസത്തി മഖാമക മിൻഹാ വമിനർ റജുലി മഖാമക മിൻഹു, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്നീന സ്ഥാനത്ത് അതിൻ്റെ മേലെ നിന്നതായിട്ടും പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതേ നിന്നതായിട്ടും അല്ലാഹു റസൂലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാലാപ്പ് അദ്ദേഹം പറഞ്ഞു, നഅം, അതേ ഞാൻ കണ്ടിട്ടുണ്ട്. റവാഹു തിർമിദിയു. പിന്നെ വഇബ്നു മാജാ വഫി റിവായത്തി അബീ ദാവൂദ, അബൂ ദാവൂദിന്റെ റിവായത്തിലുണ്ട് നഹ്വഹു, ഇതിനോട് ഇതിൻ്റെ ആശയമുള്ള ഹദീസ് ലഫ്ലുണ്ട്, ലഫ്ല് മാറ്റണ്ടെങ്കിലും മഅ സിയാദത്തി, കൊണ്ട് സിയാദത്തുമുണ്ട്. വഫീ, അതിലുണ്ട് ഫഖാമ ഇൻദ അജീസത്തിൽ മർഅ, പെണ്ണിൻ്റെ ചന്തിക്കെട്ടിൻ്റെ ലെവലിക്ക് നിന്നു എന്ന് അവിടെ ഉള്ളത്. സംഗതി ഒന്ന് തന്നെയാണ്. الفصل الثالث عن عبد الرحمن بن أبي ليلى رضي الله عنه أنه قال كان السفر بن عنيف وقيس بن سعد, ഈ രണ്ട് സഹാബാക്കൾ ആയി ഖാഇദൈനി, ഇരിക്കുന്നവരായി, ബിൽ ഖാദിസിയ, ഖാദിസിയയിലിരിക്കുന്നവരായി. കൂഫയിലിൻ്റെ ഏതാണ്ട് 15 മൈൽ അകലത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഖാദിസിയ. അപ്പോൾ മർറ അലൈഹിമാ ബി ജനാസ, ഫമുറാന്ന് വായിക്കല്ലേ, ഫമുറ അലൈഹിമാ ബി ജനാസ, രണ്ടുപേരുടെ അരികിലൂടെ ഒരു ജനാസ നടന്നുപോയി, അതിൽ ജനാസയെ കൊണ്ട് നടക്കപ്പെട്ടു. പിന്നെ ഫഖാമ, രണ്ടുപേരും എഴുന്നേറ്റു. ഫഖീല ലഹുമാ, അപ്പം അവരോട് പറയപ്പെട്ടു, ഇന്നഹുമാ മിൻ അഹ്ലിൽ അർളി, അതെ അഹ്ലിൽ അർളിൽപ്പെട്ടോലാണ്. ഐ മിൻ അഹ്ലി ദിമ്മാൻ, ദിമ്മത്തിൻ്റെ അഹ്ലിയാരാണ്, നമ്മളാൾക്കാരല്ല. ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറഞ്ഞ്, അള്ളാഹിൻ്റെ റസൂൽ മർറത്ത് ബിഹി ജനാസ, തങ്ങളുടെ അരികിലൂടെ പണ്ടൊരു ജനാസ നടന്നുപോയി.
ഫഖാമ, അപ്പൊ തങ്ങൾ എഴുന്നേറ്റു. ഫഖീല ലഹു, അപ്പൊ തങ്ങളോട് പറയപ്പെട്ടിരുന്നു, ഇന്നഹാ ജനാസത്തു യഹൂദിയിൻ, അതൊരു ജൂതന്റെ ജനാസയാണ് നബിയെ എന്ന് പറയപ്പെട്ടപ്പോ ഫഖാല, അന്ന് തങ്ങൾ പറഞ്ഞത് അല്ലൈസത്ത് നഫ്സൻ, അത് നഫ്സല്ലയോ എന്നാണ് പറഞ്ഞത്. മുത്തഫഖുൻ അലൈഹി. ശരിയല്ലേ? ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇദാ ജനാസത്തൻ, നബി തങ്ങൾ ആയി എന്നാണ്, കാല എന്നല്ല. ഉബാദത്ത് റളിയല്ലാഹു പറഞ്ഞു മുത്തനബി ആയി. ഇദാ തബിയ ജനാസത്തൻ, ജനാദനോട് തങ്ങൾ പിൻപറ്റുമ്പോൾ ലം യഖുദ്, ഇരിക്കാത്തവരായി യത്താ തുളഅ ഫിൽ ലഹദി, ഖബറിലേക്ക് വെക്കപ്പെടുന്നത് വരെ. അപ്പോ മുത്തനബിനെ കൊള്ള ജൂതന്മാരിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ വെളിവായി. ഫഖാല ലഹു ഇന്നാ ഹകദാ നസ്നഉ യാ മുഹമ്മദു, മുഹമ്മദേ ഞങ്ങളും ഇങ്ങനൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഖാല, റിപ്പോർട്ടർ പറയാണ്, ഫജലസ റസൂലുള്ളാഹി, അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ അങ്ങിയിരുന്നു. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഖാലിഫുഹും, നിങ്ങൾക്ക് നിങ്ങൾ എതിര് കാട്ടണം. ഓലങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ വിപരീതം കാട്ടിയിട്ട് ഓർക്ക് എതിര് കാട്ടണം. റവാഹു തുർമുദിയു അബൂ ദാവൂദ വബ്നു മാജ. വഖാല തുർമുദി ഹാദാ ഹദീസുൻ ഗരീബുൻ, ഈ ഹദീസ് ഗരീബാണ്. ബിശ്ർ ബിൻ റാഫി റാവിയായ ബിശ്ർ ബിൻ റാഫി എന്ന് പറയുന്ന ലൈസ ബിൽ കവി, അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് സ്വീകരിക്കപ്പെടാൻ മാത്രം ബലമുള്ള ആളല്ല. وعن علي رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم أمرنا بالقيام بالجنازة, ജനാസ കാണുമ്പോൾ എഴുന്നേൽക്കാൻ നബി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. സുമ്മ ജലസ ബഅദ ദാലിക, പിന്നീട് നബി തങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു. ഫഅമറനാ ബിൽ ജുലൂസി, നബി തങ്ങൾ ഇരിക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ അവ്വല്ലാതെ ഏത് പറഞ്ഞിരുന്നത്? നിൽക്കണ കാര്യം. ആഖിറിൽ എന്താ? ആളിരുന്നോളെ, എന്തിനാ നീക്കണെന്ന്. റവാഹു അഹ്മദു وعن محمد بن سيرين رضي الله عنه أنه قال إن جنازة مرت بالحسن بن علي وابن عباس, ഇബ്നു അബ്ബാസ് എന്നവരുടെയും ഹസൻ എന്നവരുടെയും അരികിലൂടെ ജനാസ കടന്നുപോയി. ഫഖാലൽ ഹസനു, ഹസൻ എന്നവർ എഴുന്നേറ്റു. വഖം വലം യഖും ഇബ്നു അബ്ബാസ് എണീച്ചില്ല. രണ്ടും സഹാബാക്കളാണ്. ഹസൻ എന്നവർ എണീച്ചു, ഇബ്നു അബ്ബാസ് എണീച്ചില്ല. ഫഖാലൽ ഹസനു അലൈസ ഖദ് ഖാമ റസൂലുള്ളാഹി ജനാസ യഹൂദിയിൻ, ഒരു ജൂതന്റെ ജനാസ കണ്ടപ്പോൾ മുത്തനബി എണീച്ചിരുന്നില്ലയോ എന്നാര് ചോദിച്ചു? ഹസൻ എന്നവർ ചോദിച്ചു. അതെ അതെ എണീച്ചിരുന്നു. സുമ്മജലസ, തങ്ങളും ഇരിക്കുകയും ചെയ്തിരുന്നു. രണ്ടും ഉണ്ടായിക്കണ്. അവസാനം എന്തായാലും ഇരിക്കാന്നുള്ളതാണ്. അതുകൊണ്ടല്ല ഞാൻ ഇരിക്കാഞ്ഞ്. അസായിയോ. وعن جعفر بن محمد النبي أن الحسن بن علي كان جالسا, ഹസൻ എന്നവർ ഇരിക്കുന്നവരായിരുന്നു. ഫമുറ അലൈഹി ബിജനാസ, ഒരു ജനാസ കൊണ്ട് നടക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അരികിലൂടെ. കാമന്നാസു, സഹാബാക്കളൊക്കെ എഴുന്നേറ്റു. ഹത്താ ജാവസത്തിൽ ജനാസ, ജനാസ കഴിഞ്ഞു പോകുന്നത് വരെ ജനങ്ങളൊക്കെ എഴുന്നേറ്റു. ഖാലൽ ഹസനു, ഹസൻ എന്നവർ പറഞ്ഞു, ഇന്നമാ മുറ ബിജനാസത്തി യഹൂദിയിൻ, നിശ്ചയമായിട്ടും ഒരു യഹൂദന്റെ ജനാസയാണ് കൊണ്ടു നടക്കപ്പെട്ടത്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരീഖിഹാ, അന്ന് ആ ജനാസന്റെ ചാരത്ത് വഴിയിൽ മുത്തനബി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ജാരിസായിരുന്നു. വകരിഹാ, തങ്ങൾ വെറുത്തു. അൻതഅലു വറഅസഹു ജനാസത്തു യഹൂദിയിൻ, ഒരു ജൂതന്റെ ജനാസ മുത്തനബിന്റെ തലയ്ക്ക് മീതെയാകാൻ നബി തങ്ങൾ വെറുത്തു. ഫഖാമ, അങ്ങനെയാണ് മുത്തനബി എണീച്ചത്. റവാഹു നസായിയോ. നബി തങ്ങൾ ഇരുന്നെന്താവും? നബി തങ്ങളുടെ തലയുടെ മേലെ ആര് വരും? ജൂതന്റെ ജനാസ വരണ്ട വിചാരിച്ച് മുത്തനബി എണീച്ചതാണ് എന്നല്ലാതെ എന്തല്ല, അതിനെ ബഹുമാനിച്ചിട്ട് അതല്ല. റവാഹു നസായിയോ. وعن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ മറത് ബിക ജനാസത്തു യഹൂദിയിൻ ഔ നസ്രാനിയിൻ, നീ ജൂതന്റെയോ ക്രിസ്ത്യാനിയുടെയോ അതല്ലെങ്കിൽ മുസ്ലിമിന്റെയോ ജനാസ നിന്റെ അരികിലൂടെ നടക്കുകയാണെങ്കിൽ ഫഖൂമു ലഹാ,
അതിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റോളീ. ഫലസ്തും ലഹാ തഖൂമൂൻ, പക്ഷേ ജനാസക്ക് വേണ്ടിയല്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ നീച്ചോളണ്ടി, പക്ഷേ ആർക്കും വേണ്ടിയല്ല, ജനാസക്ക് വേണ്ടിയല്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത്. ഇന്നമാ തഖൂമൂന ലിമൻ മഹാമിൽ മലായിക, ജനാസന്റെ കൂടെയുള്ള മലക്കുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. റവാഹു അഹ്മദു. ഇപ്പൊ ഇതൊന്നും നമ്മളെന്ത് ചെയ്യണ്ടാവില്ല, ഹദീസിന് ലാഹിറുണ്ടെങ്ങാണ്ട് നിയമം പറയാൻ നിൽക്കണ്ട. അതൊക്കെ മുജതൈദീങ്ങളായി ഇമാമിങ്ങളായി നിയമമൊക്കെ പറഞ്ഞോട്ടെ, ഞമ്മക്കിപ്പോൾ ഇതിന്റെ മാനക്കാം. റവാഹു അഹ്മദു വൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന ജനാസത്തൻ മറത്ത് ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ ഹദറത്തിലൂടെ ഒരു ജനാസ നടന്നുപോയി. എങ്ങനെ പിന്നെ ജനാസ നടന്നുപോയി? ജനാസക്ക് ജീവൻ ഉണ്ടാവില്ലല്ലോ, പിന്നെ ജീവണരേ. ഫഖാമ, നബി തങ്ങൾ എഴുന്നേറ്റു. ഫഖീല ഇന്നഹാ ജനാസത്തു യഹൂദിയിൻ, അതൊരു ജൂതന്റെ ജനാസയാണല്ലോ നബിയേ. ഫഖാല, തങ്ങൾ ഇന്നമാകും തുലിൽ മലായിക്കാൻ, ഞാൻ മലക്കക്ക് വേണ്ടി എഴുന്നേറ്റതാൻ. റവാഹു നസായിയു വൻ മാലിക് ബിൻ ഹുബൈറ അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ള വരണ ഞാൻ കേട്ടു. മാമി മുസ്ലിമീൻ യമൂതു വയുസല്ലി അലൈഹി സലാസത്തു സുഫൂഫിൻ മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമും തന്നെ ഇല്ല, അദ്ദേഹം മരിക്കും, എന്നിട്ട് അദ്ദേഹത്തിന് മേൽ നിസ്കരിക്കും. സലാസത്തു സുഫൂഫ് മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാലുള്ള 3 സഫ് ആളുകൾ നിസ്കരിക്കും. അങ്ങനത്തെ ഒരു മുസ്ലിമും തന്നെ ഇല്ല. ഔജബാ, അള്ളാഹു അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിട്ടല്ലാതെ. ഫകാന മാലികുൻ, മാലിക് എന്നവരായി. ഇദസ്തഖല്ലാഹുൽ ജനാസ, ജനാസന്റെ കൂടെ വരുന്ന ആളുകൾ കുറവാണെങ്കിൽ, കുറച്ചാളുകളുള്ളെങ്കിൽ ജസ്സഅഹും സലാസത സുഫൂഫ്, മുള്ളവരെ 3 സഫുകളാക്കി ഭാഗമാക്കുമായിരുന്നു. ലിഹാദൽ ഹദീസി, ഈ ഹദീസിന്റെ അതിന് വേണ്ടി. ഇവർ 6 ആളെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വേണം? 3 സഫാക്കി നിർത്തുക. 6 ആളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു സഫായിട്ട് നിൽക്കുക. കാരണം ഒരു സഫിന് തുനിയ എത്ര ആൾ വേണം? 2 ആൾ വേണം. അപ്പം 3 സഫിന് എത്ര ആൾ വേണം? 6 ആളെങ്കിലും വേണ്ടേ? ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മദ്ഹബിലും ഫുഖഹാവ് പറഞ്ഞ അവസാനം. പിന്നെ റവാഹു അബൂ ദാവൂദ വഫി റിവായത്തിൽ തിർമിദി ഖാല കാന മാലിക് ബിൻ ഹുബൈറ, മാലിക് ബിൻ ഹുബൈറ ആയിരുന്നു. ഇദാ സല്ലല ജനാസ, ജനാസന്റെ മേൽ നിസ്കരിക്കുമ്പോൾ വതകാലന്നാസു, ജനങ്ങൾ കമ്മിയാവുകയും ചെയ്താൽ അലൈഹ, ജനാസന്റെ മേൽ ജസാഹും സലാസത അജ്സായിൻ, 3 ഭാഗങ്ങളാക്കി മാറ്റും. സുമ്മ ഖാല, എന്നിട്ട് മൂപ്പര് പറയും, ഖാല റസൂലുള്ളാഹി മൻ സല്ല അലൈഹി സലാസതു സുഫൂഫ് ഔജബ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. റവാഹു ഇബ്നു മാജഹ നഹ്വഹു വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി അലൽ ജനാസ, നബി തങ്ങൾ പോരട്ടെ ജനാസന്റെ മേലുള്ള നിസ്കാരത്തിൽ, അല്ലാഹുമ്മ അൻത റബ്ബുഹാ, റബ്ബേ ഈ ജനാസന്റെ റബ്ബ് നീ മാത്രമാണ്. വഅൻത ഖലഖതനഹാ, ഇതിന്റെ ഖാലിഖും നീയാണ്. വഅൻത ഹദൈതഹാ, ഈ ജനാസക്ക് ഹിദായത്ത് കൊടുത്തതും നീയാണ്. ഇലൽ ഇസ്ലാം, ഈ സത്യദീനാവുന്ന ഇസ്ലാമിലേക്ക്. വഅൻത ഖബൽത റൂഹഹാ, ഈ ജനാസന്റെ റൂഹ് പിടിച്ചവനും നീയാണ്. വഅൻത അലൂ സിദ്ദിഹാ വഅലാനിയതിഹാ, ഇതിന്റെ രഹസ്യവും പരസ്യവും നീയാണ് അറിയുന്നവൻ. ജീനാ ശുഫആ, ഞങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫഗ്ഫിർ ലഹു, ഇയാൾക്ക് നീ പൊറുക്കണേ അല്ലാഹ് എന്ന് അള്ളാന്റെ റസൂൽ പറയാറുണ്ടായിരുന്നു. റവാഹു അബൂ ദാവൂദ വൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സല്ലൈതു വറഅ അബീ ഹുറൈറ, അബൂ ഹുറൈറ ഇമാമായി കൊണ്ട് ഞങ്ങൾ നിസ്കരിച്ചു. അല സബീന്റെ, ഒരു കുട്ടിന്റെ മേൽ, ലം യഅമൽ ഖതിയത്തൻ ഖത്തു, തീരെ തെറ്റ് ചെയ്തിട്ടില്ലാത്ത കൊച്ചുകുട്ടി മരിച്ചപ്പോ അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബി ഇമാമ് നിന്നു, ഞങ്ങൾ ബാക്കിൽ നിന്നു. ഫസമീതുഹു യഖൂലു, അബൂ ഹുറൈറ പറഞ്ഞു ഞങ്ങൾ കേട്ടു, അല്ലാഹുമ്മ അഇദുഹു മിൻ അദാബിൽ ഖബർ, ഖബറിൽ അദാബിനെ തൊട്ട് കാക്കണേ എന്ന് പറഞ്ഞു കേട്ടു. കുട്ടിയെ വിചാരിച്ച് കാണ്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ അല്ലാഹു മഗ്ഫിർ വറഹ്മു പറഞ്ഞ ദുആ നേർക്കണം എന്നല്ലേ നമ്മളെ മസാല ഉള്ളത്, കുട്ടിയാണെങ്കിലും. റവാഹു മാലികുൻ വനിൽ ബുഖാരി താരീഖൻ, ബുഖാരിനെ തൊട്ടുണ്ട് താരീഖായി കൊണ്ട്. അവൽ സനദ് ആള് പോയിക്കണ്, പൂർണ്ണമായി കളഞ്ഞാലും താരീഖ് അറിയല്ലോ, സനദ് ഫുള്ള് കളഞ്ഞാലും എന്താ അറിയാം, താരീഖ് അറിയാം. ഏതായാലും താരീഖ് എന്താണ്?
കുട്ടിൻ്റെ മേൽ മൈത്തിക്കരിക്കുമ്പോൾ ഹസൻ എന്നവർ ഓതാറുണ്ടായിരുന്നു. ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതും. ഫയഖൂലൂ അല്ലാഹുമ്മ ഇജ്അൽ ലനാ സലഫൻ, അള്ളാഹുവേ ഈ കുട്ടിയെ ഞങ്ങൾക്കൊരു മുൻഗാമിയാക്കണേ, ഫറത്തൻ ഒരു മുൻവിരുന്നുമാക്കണേ, വദുഖറൻ വാജിറാ ഒരു സൂക്ഷിപ്പ് സ്വത്തും ഒരു പ്രതിഫലവും ആക്കണേ. വൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ള പറയാണ്, അത്ഫുലു ലാ യുസല്ലാ അലൈഹി വലാ യരിസു വലാ യൂറസു, കൊച്ചുകുട്ടിയാവുന്നത് ആ കുട്ടിയുടെ മേൽ നിസ്കരിക്കപ്പെടേണ്ടതില്ല. വലാ യരിസു വലാ യൂറസു, കുട്ടിൻ്റെ ഇർസ് കിട്ടൂല, കുട്ടിക്ക് ഇർസ് കൊടുക്കപ്പെടൂല. ഹത്തായസ്തഹില്ല, ശബ്ദിക്കുന്നത് വരെ. ഒന്ന് ഒച്ച ഉണ്ടാക്കിയാൽ നമ്മളെന്താക്കി കൂട്ടി, ആ കുട്ടി പുറത്തേക്ക് വന്നിട്ട് ഒച്ച ഉണ്ടോ എന്നാ കുട്ടിക്ക് ഇർസുണ്ട്. അല്ല ഒച്ച ഉണ്ടാകാൻ വരച്ചൊക്കെയാണെങ്കിൽ എന്താക്കി കൂട്ടി, സിക്താക്കി കൂട്ടി, കുട്ടിക്ക് ഇർസ് ഉണ്ടാവില്ല, ആ കുട്ടിൻ്റെ ഇർസ് ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിസ്കാരം അങ്ങനെ തന്നെ. റവാഹു തുർമുദി വഇബ്നു മാജാ ഇല്ലാ അന്നഹു ലം യദ്കുർ വലാ യൂറസു, വലാ യൂറസു എന്ന കഷ്ണം ഇവിടെല്ല, ഇബ്നു മാജന്റെ റിപ്പോർട്ടില്ല. വഅൻ നബി മസ്ഊദിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു, കാട്ടി കൊടുക്കാം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ള വിലക്കി അൻ യഖൂമൽ ഇമാമു, ഇമാമ് നിൽക്കലിനെ, ഫൗക ഷൈഇൻ ഒരു ഷൈഇൻ്റെ മുകളിൽ കയറി നിൽക്കലിനെ, വന്നാസു ഖൽഫഹു ജനങ്ങൾ തൻ്റെ പിന്നിലുമാൻ, യൈനി അസ്ഫല മിന്നു ഇമാമിനേക്കാൾ മൗമുമിങ്ങൾ താന്നുകൊണ്ടാണ്. ഇമാം ഒരു കൊമ്പത്ത് കയറി ഒരു കല്ലുമ്മലോ അല്ലെങ്കിൽ ഒരു തിണ്ടമ്മലോ എന്തെങ്കിലും കയറി ഇങ്ങനെ ആൾ എന്ത് ചെയ്യുക, വല്ല ഖുതുബ ഏതാൻ കാരണം മാതിരി ഇമാം ഒന്ന് പൊന്തി നിൽക്കുക, ജനങ്ങൾ താന്നു നിൽക്കുക. അതിന് റസൂലുള്ള വിലക്കി. റവാഹു ദാറഖുത്നിയു ഫിൽ മുജ്തബാ ഫീ കിതാബിൽ ജനായിസ്.